വീൽ ചെയർ. അപ്പോൾ നമ്മളിന്ന് എത്തിക്കണത് നാഗ്രുണൈ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തുമ്പനൊക്കെ ഉണ്ട്. പൊള്ളി സ്ഥലം അല്ലേ ഇതാട്ടോ നാഗ്രുണൈ ബീച്ച്. സർഫിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നാട്ടെ. പൊള്ളി വ്യൂ അല്ലേ. നമ്മൾ വന്ന വഴിക്ക് ഒരു നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ. കൊച്ചി എൻ്റെ തലയിലാസാനുണ്ട്. അത് കേട്ടാ മതി. നല്ല കാറ്റാട്ടോ. അവിടെ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. നമ്മളിത് എത്തിയേക്കുന്നത് നാഗ്രുണൈ ബീച്ചിലാട്ടോ. നമ്മുടെ കിച്ചു എന്നെ കറക്റ്റ് ചെയ്തു. നാഗ്രുണൈ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല, നാഗ്രുണൈ എന്ന് പറഞ്ഞ ബീച്ചിൽ നിന്ന് അവിടെയാണ് എത്തിയേക്കുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും നാഗ്രുണൈ ബീച്ച് ലുക്ക് ഔട്ടാട്ടോ. ഇവിടെ നിന്ന് എന്നാ ലുക്ക് എന്നറിയോ? ഇവിടെ നിന്ന് പെട്ട വ്യൂ അല്ലേ. തറക്ക് തന്നെ വിറയ്ക്കുന്നതിന് എൻ്റെ തലേനെ തെറ്റ് വെച്ച് അത്ര കുഴപ്പമില്ല. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എന്നോട് കോട്ട് എടുക്കാൻ. അപ്പം എൻ്റെ ആവശ്യമില്ല. ആ കറുത്ത മണ്ണ, ഇത് കറുത്ത മണ്ണാണ്. എന്താ കാര്യം എന്ന് അറിയത്തില്ല. അല്ല എന്നാ കാര്യം എന്നാ ഇവിടെ മറ്റേ ഇവിടെ വോൾക്കാനിക് ഉള്ളതല്ലേ അതിൻ്റെ. അതുകൊണ്ടാ വോൾക്കാനിക് സാൻഡ് അത്. അതുകൊണ്ടല്ലേ കറുത്ത മണ്ണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോക്സ്ബേ ഇല്ലേ, അവിടെ നമ്മൾ പോയ ബീച്ചിൽ വൈറ്റ് സാൻഡാണ്. ഈ ഭാഗത്ത് എല്ലായിടത്തും ബ്ലാക്ക് സാൻഡ് ആയിരിക്കും ബീച്ചുകളിൽ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് കേട്ടേക്കുന്നത്. ബ്ലാക്ക് സാൻഡാണ്. നമ്മുടെ അവിടെ ബ്ലാക്ക് സാൻഡ് ഇല്ലല്ലോ, കറുത്ത മണ്ണ്. ബീച്ചിൽ ഇങ്ങനത്തെ മണ്ണല്ലല്ലോ നാട്ടില്. ഇവിടെ വന്ന വഴി മേലെ തന്നെ ഒരു കാർ പാർക്കിൻ്റെ അവിടെ ബാത്റൂം കാണാൻ സാധിക്കും. ഇവിടെ അതുപോലെ അടിയിലും ബാത്റൂംസ് അവൈലബിൾ ആണ്. ചേഞ്ചിങ് റൂംസ് ഉണ്ട്. പട്ടീനെ ലീഷ് വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലീഷില്ലാണ്ട് പട്ടീനെ ഇവിടെ ഇരുത്തുന്നു. അല്ലെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പുറത്ത് കുറേ മലകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. മച്ചി ഇഷ്ടപ്പെട്ടോ? ബീച്ച് ഇഷ്ടപ്പെട്ടോ മച്ചിക്ക്? വരയ്ക്കാം. മമ്മിയല്ല വരയ്ക്കുന്നു. പക്ഷെ അത്ര തണുപ്പില്ല അല്ലേ? അതാ പറഞ്ഞത്, ഇത് വോൾക്കാനിക് സാൻഡ് അല്ലേ? ആ വില്ല ഞങ്ങൾ കയറി അങ്ങോട്ട് പോവാം. അങ്ങനെ മമ്മി ഫസ്റ്റ് ടൈം ഇൻ ന്യൂസിലാൻഡ് ബീച്ച്. ഞങ്ങൾ അന്ന് ഇപ്പോൾ 7 മാസമായില്ലേ നമ്മളൊരു ബീച്ച് കണ്ടിട്ട്. 7 മാസമായി ഞങ്ങളൊരു ബീച്ച് കണ്ടിട്ട്. ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് ഓഷ്യൻ ബീച്ചാണ്, ഹേസ്റ്റിങ്സിൽ, പിന്നെ APRലുള്ള. ഓ ഇവിടെ ആൾക്കാർ സർഫിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ആണോ? അതാണ് സർഫിങ്. ആ സാധനം വെച്ചിട്ടുള്ള സർഫിങ്. ആ സാധനം വെച്ചിട്ടാണ് സർഫിങ്. ആൾക്കാർ കടലിലേക്ക് കൂടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോകത്തില്ല. ഇത് ഇവിടെ സർഫിങ്ങിന് വേണ്ടി അവർ നിൽക്കുന്നതാണ്.
ഇങ്ങോട്ട് വാട് ആട് ഇത് മച്ചി ഇവിടേക്ക് ഇടിഞ്ഞിട്ട് അത്രയും വെള്ളം കയറാറുണ്ടെന്നുള്ളതാണ്. ഇപ്പം എന്നായിരിക്കുമല്ലേ ഹൈറ്റൈഡാകുമ്പോ കടലയോ? ഇവിടെ കള്ളിന്ന് നാട്ടിൽ കള്ളിന്ന് കഴിയുമ്പോഴേക്കുള്ള കളയത്തില്ലേ? ഇവിടെ ഇത്രയും ഇത് വരുമോ? അവിടെ എഴുതേണ്ടി വരും. ഇത് പിടിച്ചോ, ഇത് പിടിച്ചു പാടി. ഒരു മൂഡിൽ തോന്നുന്നുണ്ട് എനിക്ക്. കണ്ണാടി വെച്ചോണ്ടോ? ആണോ? കണ്ണാടി വെച്ചിട്ടാണോ തോന്നണേ? നമ്മളായിട്ട് ഭയങ്കര കളിയാണ് നമ്മളായിട്ട്. ഇത് കുത്തനെ എടുക്കുന്നതാണല്ലേ? അതെ, ഇത് കുത്തനെ എങ്ങനെ കിടക്കുക അല്ലേ? ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്തൊരു നൈസ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. Till then, bye.